കണ്ണുകളടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് വചനം നമ്മെ വിശുദ്ധീകരിക്കുന്നു. നമ്മൾ ഇന്ന് കേട്ട സാക്ഷ്യങ്ങൾ ഉള്ളിലേക്ക് നന്നായി ശ്വാസം എടുക്കാം. വലിയൊരു ആന്തരിക നിശബ്ദത ഉള്ളിലുള്ളപ്പോൾ തന്നെ കർത്താവിന് വേണ്ടിയിട്ടുള്ളൊരു തീക്ഷ്ണത, നന്ദി നിറഞ്ഞ ഹൃദയം, അനുതാപവും എളിമയുമുള്ള ഹൃദയം, അനുസരിക്കാൻ തയ്യാറുള്ളൊരു ഹൃദയം, ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. കർത്താവിൻ്റെ തിരുസാന്നിധ്യത്തെ ആസ്വദിക്കാൻ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്ന വഴികൾ ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഞാനും എൻ്റെ ഈശോയും മാത്രം എന്ന ഒരു ചിന്തയുടെ ലെവലിലേക്ക് നമ്മൾ തന്നെ ഉയർത്താം. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന, മെഡിറ്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മന്ത്രം ഇതാണ്: ഈശോ സ്നേഹിക്കുന്നത് പോലെ ഞാൻ സ്നേഹിക്കുന്നു. ഈശോയുടെ സാന്നിധ്യം, ഈശോയുടെ സ്നേഹത്തിലേക്ക്, ഈശോയുടെ സ്നേഹത്തിൻ്റെ ക്വാളിറ്റിയിലേക്ക് എൻ്റെ സ്നേഹത്തെ രൂപാന്തരപ്പെടുത്തുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്തേ. സാധിക്കുന്നത് പോലെ ഏറ്റവും നന്നായി നിശ്വസിക്കുക. ദൈവം മാത്രം മതി എന്നൊരു അവബോധം, ദൈവീക ജീവനിൽ ലയിച്ചു ചേരുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്ന ബോധ്യം, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കാൻ ആഗ്രഹം, മനസ്സിലാവർത്തിച്ച് പറയാനുള്ള മന്ത്രം: ഈശോ സ്നേഹിക്കുന്നത് പോലെ ഞാൻ സ്നേഹിക്കുന്നു. കറയില്ലാത്ത ഹൃദയത്തോടെ, വെറുപ്പില്ലാത്ത ഹൃദയത്തോടെ, വിദ്വേഷമില്ലാത്ത ഹൃദയത്തോടെ, പകയില്ലാത്ത ഹൃദയത്തോടെ, അശുദ്ധിയില്ലാത്ത ഹൃദയത്തോടെ, ആസക്തികളില്ലാത്ത ഹൃദയത്തോടെ, വഞ്ചനയില്ലാത്ത ഹൃദയത്തോടെ, വക്രതയില്ലാത്ത ഹൃദയത്തോടെ, ഈശോ സ്നേഹിക്കുന്നത് പോലെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹം എൻ്റെ ജീവിത പങ്കാളിയിലേക്ക് ഈശോ സ്നേഹിക്കുന്നത് പോലെ കണക്ക് ചോദിക്കാതെ, കണക്ക് പറയാതെ, എല്ലാം ക്ഷമിച്ചുകൊണ്ട്, എല്ലാ ഭാരങ്ങളും ഏറ്റെടുത്തുകൊണ്ട്, എല്ലാ മുറിവുകളും സഹിച്ചുകൊണ്ട് ഈശോ സ്നേഹിക്കുന്നത് പോലെ ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ നിന്ദിക്കപ്പെട്ടതും അവഗണിക്കപ്പെട്ടതും പരിഗണിക്കാതെ ഈശോ സ്നേഹിക്കുന്നത് പോലെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ ഹൃദയം കുത്തിപ്പിളർക്കപ്പെട്ടത് പരിഗണിക്കാതെ, എൻ്റെ ഹൃദയത്തിലുള്ള അവസാന തുള്ളി നീരും ചോരയും നൽകി ഞാൻ സ്നേഹിക്കുന്നു. പരിഭവങ്ങളില്ലാതെ ഞാൻ സ്നേഹിക്കുന്നു. പരാതികളില്ലാതെ ഞാൻ സ്നേഹിക്കുന്നു. പെറുപെറുപ്പുകളില്ലാതെ ഞാൻ സ്നേഹിക്കുന്നു. സ്വാർത്ഥതയില്ലാതെ ഞാൻ സ്നേഹിക്കുന്നു.
ഈശോ എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടിയല്ലാതെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ ഹൃദയം പരിശുദ്ധമായ സ്നേഹമായി, പരിശുദ്ധമായ സ്നേഹമൊഴുകുന്ന ഉറവയായി രൂപാന്തരപ്പെടുന്നൊരു സമയമാണിത്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഹൃദയത്തിൽ ഏതെങ്കിലും തരത്തിൽ സ്വാർത്ഥതയുണ്ടെങ്കിൽ, വഞ്ചനയുണ്ടെങ്കിൽ, വക്രതയുണ്ടെങ്കിൽ, വെറുപ്പുണ്ടെങ്കിൽ യേശുനാമത്തിൽ അത് നീങ്ങിപ്പോകട്ടെ. ഈശോയുടെ തിരുരക്തത്തിൻ്റെ യോഗ്യതകളാൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ കരുണ പെരുമഴയായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പെയ്തിറങ്ങുകയും ഹൃദയം വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. ഈശോ സ്നേഹിച്ചതുപോലെ തന്നെ കുരിശിൽ തറച്ചവരോട് ഈശോയ്ക്ക് സ്നേഹമുണ്ടായിരുന്നു. തന്നെ അന്യായമായി വിധിച്ചവരോട്, വലിച്ചിഴച്ചവരോട്, ചട്ടവാറുകൊണ്ട് തന്നെ അടിച്ചവരോട് അവിടുത്തെ ഹൃദയത്തിൽ സ്നേഹമുണ്ടായിരുന്നു. ഈശോ സ്നേഹിക്കുന്നത് പോലെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിന് പരിമിതികളുണ്ട്, കുറവുകളുണ്ട്. ആ കുറവുകൾ പരിഹരിക്കപ്പെടുന്നത് ഈശോയുടെ സ്നേഹം എന്നിൽ നിറയുമ്പോഴാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മുടെ ആഗ്രഹമാണ് നമ്മൾ മന്ത്രമായി ചൊല്ലുന്നത്. ഈശോ സ്നേഹിച്ചതുപോലെ ഞാൻ സ്നേഹിക്കുന്നു എന്നത് എൻ്റെ സ്വപ്നമാണ്, എൻ്റെ ആഗ്രഹമാണ്, എൻ്റെ ലക്ഷ്യമാണ്. It's my desire, it's my goal, and that is my destiny. ഈശോ സ്നേഹിച്ചതുപോലെ ഞാൻ സ്നേഹിക്കുന്നു. ഈശോ സ്നേഹിച്ചതുപോലെ ഞാൻ സ്നേഹിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈശോ സ്നേഹിച്ചതുപോലെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ മക്കളിലേക്ക് ഈശോ സ്നേഹിച്ചതുപോലെയുള്ളൊരു സ്നേഹം ഒഴുകുന്നു. എൻ്റെ മാതാപിതാക്കളിലേക്ക് ഈശോ സ്നേഹിച്ചതുപോലെ ഈശോയുടെ സ്നേഹത്തിന് തുല്യമായൊരു സ്നേഹം എൻ്റെ സഹോദരങ്ങളിലേക്ക് ഈശോയുടെ സ്നേഹത്തിന് ചേർന്നൊരു സ്നേഹം ഈശോ സ്നേഹിച്ചതുപോലെ ഞാൻ സ്നേഹിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. എൻ്റെ അയൽക്കാരിലേക്ക്, എൻ്റെ അധ്യാപകരിലേക്ക്, എൻ്റെ സഹപാഠികളിലേക്ക്, എൻ്റെ സഹപ്രവർത്തകരിലേക്ക് ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹം, ഈശോയുടെ സ്നേഹം എൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകുന്നു. ആ ഒരു ചിന്ത തന്നെ എന്നെ ആനന്ദം കൊണ്ട്, പ്രകാശം കൊണ്ട് നിറയ്ക്കുന്നു. ഈശോ സ്നേഹിച്ചതുപോലെ എൻ്റെ ശത്രുക്കളെ, എന്നെ വെറുക്കുന്നവരെ സ്നേഹിക്കാൻ എന്നെ വഞ്ചിച്ചവരെ ഈശോ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ, എന്നെ നശിപ്പിക്കുന്നവരെ, നശിപ്പിക്കാൻ നോക്കിയവരെ ഈശോ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ സ്നേഹിച്ചതുപോലെ ഞാൻ സ്നേഹിക്കുന്നു. മനസ്സിൽ ആവർത്തിച്ച് പറയട്ടെ, ഈശോ സ്നേഹിച്ചതുപോലെ ഞാൻ സ്നേഹിക്കുന്നു. ഈശോ സ്നേഹിച്ചതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും
ഞാൻ ഇടപെടുന്ന ഓരോ വ്യക്തിയോടും ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം. ഞാൻ ഒരു സ്നേഹത്തിൻ്റെ ഗാനമായി, സ്നേഹത്തിൻ്റെ സങ്കീർത്തനമായി എൻ്റെ ജീവിതം മാറുന്നു. പാവപ്പെട്ടവരോട് ഈശോ സ്നേഹിച്ചതുപോലെ, പട്ടിണി കിടക്കുന്നവരോട് ഈശോ സ്നേഹിച്ചതുപോലെ, ആരും സഹായിക്കാനില്ലാത്തവരോട് ഈശോ സ്നേഹിച്ചതുപോലെ, തടവറയിലുള്ളവരോട്, അനാഥരോട്, വിധവകളോട് ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ. എല്ലാ മതസ്ഥരോടും ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉയർന്നവരോട്, താഴ്ന്നവരോട്, ബഹുമാനിക്കപ്പെടുന്നവരോട്, അവഗണിക്കപ്പെടുന്നവരോട്, എല്ലാവരോടും ഈശോ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഹൃദയത്തിൽ വലിയൊരു രൂപാന്തരീകരണം സംഭവിക്കുന്ന സമയമാണ്. A great transformation is taking place deep within you, deep within each one of us. ഈശോ സ്നേഹിച്ചതുപോലെ ഞാൻ സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ തിരുസന്നിധി എന്നെ രൂപാന്തരപ്പെടുത്തുന്ന തിരുസന്നിധിയാണ്. അടുത്തിരിക്കുന്ന 2 പേർക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു സൗമ്യമായ ശബ്ദത്തിൽ നമുക്ക് ഈ മന്ത്രമേറ്റ് പറയാം. ഈശോ സ്നേഹിക്കുന്നത് പോലെ ഞാൻ സ്നേഹിക്കുന്നു. ഒരുമിച്ച് പറയാം. ഈശോ സ്നേഹിക്കുന്നത് പോലെ ഞാൻ സ്നേഹിക്കുന്നു. 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 ഈശോ സ്നേഹിക്കുന്നത് പോലെ ഞാൻ ശാന്തമായി യേശുവേ, നീ എന്നെ എന്നും സ്നേഹിക്കും പോലെ നിന്നെ എന്നും സ്നേഹിക്കുവാൻ വരം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി അനേകരെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അനേകരുടെ ഹൃദയങ്ങളിലേക്ക് ഈശോയുടെ സൗഖ്യം നൽകുന്ന ഹൃദയത്തിൽ നിന്നുള്ള തിരുരക്തത്തിൻ്റെയും തിരുജലത്തിൻ്റെയും പ്രവാഹം അനേകരിലേക്ക് ഒഴുകിയിറങ്ങി സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നൊരു സമയം. അനേകരെ നെഞ്ചുവേദനയുള്ളൊരു സഹോദരനെ കർത്താവ് സുഖപ്പെടുത്തുന്നു. തൊണ്ടയിൽ മുഴയുള്ള 4 പേരെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മൂക്കിലുള്ള ദശ ഈശോ 2 പേരുടെ മൂക്കടപ്പ്, മൂക്കിലുള്ള ദശ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ കൃപ. മലദ്വാരത്തിലുള്ള ക്യാൻസർ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശരീരത്തിലുള്ള ചൊറിച്ചിൽ കർത്താവ് എടുത്ത് മാറ്റുന്നു. ബ്രെയിൻ ട്യൂമറുള്ള ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അകലട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രാർത്ഥിച്ച അമ്പിളി എന്ന
ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന, കഴിഞ്ഞ 8 മാസത്തോളമായി ആശുപത്രിയിലായിരുന്ന മകളുടെ ഫ്യൂണറൽ ഇപ്പോൾ പാലായിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബത്തെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അച്ഛന് വളരെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ മാത്യു എന്ന് പറയുന്ന ഒരു സഹോദരൻ 80 വയസ്സ് ക്യാൻസർ വന്ന് കഴിഞ്ഞ ദിവസം മരിച്ചു. സഹോദരന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള അനേകരെ സമർപ്പിച്ച്, 10,000-ങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ആലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു, നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ബന്ധിതനായ ഈശോയുടെ തിരുസന്നിധിയിൽ കെട്ടിയിട്ടിരിക്കുന്ന പ്രാർത്ഥനകളെ സമർപ്പിക്കുന്നു. ഈശോയെ സ്തോത്രം. ഈശോയെ ഓൺലൈനിൽ ശുശ്രൂഷകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഈശോയെ വലിയ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഈശോയെ ബന്ധനങ്ങൾ അകലട്ടെ. കർത്താവിൻ്റെ സ്നേഹം എല്ലാ മേഖലകളിലേക്ക് ഒഴുകിയിറങ്ങി. ഈശോയെ ബന്ധനങ്ങൾ അകലട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, വിടുതൽ നേടട്ടെ. എല്ലാ തരത്തിലുള്ള പൈശാചിക പീഡകൾ, അന്ധകാര ശക്തി യേശുനാമത്തിൽ നിർവീര്യമാകട്ടെ. ഈശോയെ ദേശം അനേകം 10,000-ങ്ങൾ 10,000-ങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ആരാധനയ്ക്ക് കടന്നു വരാൻ കർത്താവ് ഇടവരുത്തും. ഈശോയെ ദേശം ജനനിബിഡമായിട്ട് മാറും. ഈശോ ജനലക്ഷങ്ങളിലേക്ക് കർത്താവിൻ്റെ തിരുനാമത്തിൻ്റെ അഭിഷേകം ഇതിറങ്ങുന്നു. ജനങ്ങൾ അകലട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, രോഗപീഠകൾ വിട്ടുമാറട്ടെ, അസ്വസ്ഥതകൾ മാറട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. താവിൻ്റെ കൃപ, താവിൻ്റെ കരുണ താവിൻ്റെ മക്കളിലേക്ക്, അവരുടെ കുടുംബങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക്, ജോലിയുടെയും പഠനത്തിൻ്റെയും പരീക്ഷകളുടെയും മേഖലകളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. സമൃദ്ധി ഉണ്ടാകട്ടെ, ഐശ്വര്യം ഉണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ. ഇപ്പോൾ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളിലേക്ക് കർത്താവിൻ്റെ കരുണ ഒഴുകിയിറങ്ങട്ടെ. ജനങ്ങൾ അകലട്ടെ, കുട്ടികൾ പൊട്ടട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ, വിശ്വാസ തീഷ്ണത വർദ്ധിക്കട്ടെ, തീഷ്ണതയോടെ പ്രാർത്ഥിക്കട്ടെ. പഴയ കാര്യങ്ങൾ ഉപേക്ഷിച്ച് ഇതാ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ കാര്യം ചെയ്യുന്നു. കേട്ടാൽ ആരും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ കർത്താവിൻ്റെ മക്കൾക്ക് വേണ്ടി അവിടുന്ന് ചെയ്യുന്നു. കരമടിച്ച് ഈശോയെ ശക്തമായിട്ട് കരങ്ങളടിച്ച് യേശുനാമം വിളിക്കട്ടെ. പുതിയ അഭിഷേകം, പുത്തൻ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കർത്താവിന്റെ മക്കളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ ഒഴുകിയിറങ്ങട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കടബാധ്യതകൾ വിട്ടുമാറട്ടെ. തഴക്കദോഷങ്ങളിൽ നിന്ന് മോചനമുണ്ടാകട്ടെ, മദ്യാസക്തികൾ വിട്ടുമാറട്ടെ, പുകവലിയുടെയും മയക്കുമരുന്നിന്റെയും അഡിക്ഷൻ വിട്ടുമാറട്ടെ, മൊബൈൽ ഫോണിന്റെയും ടിവിയുടെ അഡിക്ഷൻസ് വിട്ടുമാറട്ടെ. മയക്കുമരുന്നിന്റെ വ്യാപാര ശൃംഖലകൾ യേശുനാമത്തിൽ നിർജീവമാകട്ടെ. ദേശം ഉണരട്ടെ, രാഷ്ട്രീയ കലഹങ്ങൾ, കൊലപാതകങ്ങൾ ഇല്ലാതെയാകട്ടെ. പുതിയൊരു രാജ്യം ഉണ്ടാകട്ടെ, പുതിയ ഹൃദയം ലഭിക്കട്ടെ. ദൈവരാജ്യം തീഷ്ണതയോടുകൂടി അന്വേഷിക്കുന്ന മക്കളുണ്ടാകട്ടെ. ലോകമെമ്പാടും നടക്കുന്ന സുവിശേഷ വേലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പുതിയൊരു ഇവഞ്ചലൈസേഷന്റെ ചൈതന്യം ഉണ്ടാകട്ടെ. മിഷൻ പ്രദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ധാരാളം മിഷണറിമാരുണ്ടാകട്ടെ. സന്യാസത്തിലേക്കും വൈദിക ജീവിതത്തിലേക്കും ധാരാളം ദൈവവിളികൾ ഉണ്ടാകട്ടെ. ഈശോയെ കരമടിച്ച് കാലുകൾ താളത്തിൽ മാറ്റി ചവിട്ടി പാടാം. സ്നേഹിക്കും പോലെ നിന്നെ എന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. യേശുവേ നീ എന്നെ എന്നും സ്നേഹിക്കും പോലെ
വരമരുളൂ. യേശുവേ നീ എന്നെ എന്നും സ്നേഹിക്കും പോലെ നിന്നെ എന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. ഈശോയേ സന്താന സൗഭാഗ്യമില്ലാത്ത 3 കുടുംബങ്ങളിലേക്ക് കർത്താവ് സന്താന സൗഭാഗ്യത്തിന്റെ കൃപ നൽകി അനുഗ്രഹിക്കുന്നു. വിളിച്ചോ ഈശോയേ. എനിക്കായി നിൻ ഹൃത്തടം നീ തുറന്ന പോലെ നിനക്കായൻ ഹൃത്തടം ഞാൻ തുറന്നു നൽകാം. എനിക്കായി നീ ഹൃത്തടം നീ തുറന്ന പോലെ നിനക്കായൻ ഹൃത്തടം ഞാൻ തുറന്നു നൽകാം. എനിക്കായി നിൻ ഹൃത്തടം നീ തുറന്ന പോലെ നിനക്കായൻ ഹൃത്തടം ഞാൻ തുറന്നു നൽകാം. എനിക്കായി നീ ഹൃത്തടം നീ തുറന്ന പോലെ നിനക്കായൻ ഹൃത്തടം ഞാൻ തുറന്നു നൽകാം. യേശുവേ നീ എന്നെ എന്നും സ്നേഹിക്കും പോലെ നിന്നെ എന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. യേശുവേ നീ എന്നെ എന്നും സ്നേഹിക്കും പോലെ നിന്നെ എന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. യേശുവേ നീ എന്നെ എന്നും സ്നേഹിക്കും പോലെ നിന്നെ എന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. യേശുവേ നീ എന്നെ എന്നും സ്നേഹിക്കും പോലെ നിന്നെ എന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. ഈശോയേ 25 ലക്ഷം രൂപ കടബാധ്യതയുള്ളൊരു മകന്റെ കടബാധ്യതയിൽ നിന്നും ഒത്തിടപാട് നടക്കാനും ആ കടബാധ്യത വീട്ടാനും കർത്താവ് വഴി തുറന്നു തരുന്നു. അവർക്ക് വിളിക്കാം ഈശോയേ, ഈശോയേ. ശക്തമായ ഉദരപീഡയുള്ള ഒരു സഹോദരിയുടെ യൂട്രസിൽ മുഴയുള്ള ഒരു സഹോദരിയുടെ മുഴയിൽ നിന്ന് കർത്താവ് സൗഖ്യം തന്നുകൊണ്ടിരിക്കുന്നു. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഈശോയേ, ഈശോയേ. അന്നനാളത്തിലും ആമാശയത്തിലുമുള്ള അസ്വസ്ഥതകളിൽ നിന്ന് രോഗപീഠകളിൽ നിന്ന് കർത്താവ് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയേ, ഈശോയേ. കണ്ണിൽ നിന്ന് എപ്പോഴും വെള്ളം വരുന്ന രോഗമുള്ള ഒരു മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഈശോയേ, ശക്തമായ കാൽമുട്ടുകളുടെ വേദനയുള്ള 15ഓളം പേര് കർത്താവ് തന്റെ സഹായം അയച്ച് ശക്തിപ്പെടുത്തി സൗഖ്യപ്പെടുത്തുന്നു. ഇടത്തെ കൈക്ക് ടെന്നീസ് എൽബോ ഉള്ളത് മൂലം ജോലി ചെയ്യാൻ പറ്റാത്തൊരു സഹോദരനെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഈശോയേ, ഈശോയേ. നട്ടെല്ലുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതയുള്ള, പെടലിയുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതയുള്ള അനേകരിലേക്ക് 20ഓളം പേരിലേക്ക് കർത്താവിൻ്റെ സൗഖ്യം അത്ഭുതകരമായി ഇറങ്ങുകയും സാക്ഷികളാക്കി കർത്താവ് അവരെ മാറ്റുകയും എല്ലാ ഭാരങ്ങളും കർത്താവ് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഈശോയേ, എനിക്കായി നീ നിന്ദനങ്ങളേറ്റതുപോലെ നിനക്കായി നിന്ദനങ്ങളേറ്റെടുത്തിടാം. എനിക്കായി നീ നിന്ദനങ്ങളേറ്റതുപോലെ നിനക്കായി
നിനക്കായി നിന്ദനങ്ങൾ ഏറ്റെടുത്തിടാം. എനിക്കായി നീ കുരിശിൽ മരിച്ചതുപോലെ നിനക്കായി കുരിശിൽ ഞാൻ യാഗമായിടാം. എനിക്കായി നീ കുരിശിൽ മരിച്ചതുപോലെ നിനക്കായി കുരിശിൽ ഞാൻ യാഗമായിടാം. യേശുവേ നീ എന്നെ എന്നും സ്നേഹിക്കും പോലെ നിന്നെ എന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. യേശുവേ നീ എന്നെ എന്നും സ്നേഹിക്കും പോലെ നിന്നെ എന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. ശക്തമായിട്ട് കരമടിച്ച് യേശുവേ നീ എന്നെ എന്നും സ്നേഹിക്കും തുള്ളിച്ചാടി എന്നെ എന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. യേശുവേ നീ എന്നെ എന്നും സ്നേഹിക്കും പോലെ നിന്നെ എന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. യേശുവേ നീ എന്നെ എന്നും സ്നേഹിക്കും പോലെ നിന്നെ എന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. യേശുവേ നീ എന്നെ എന്നും വലിയ സ്നേഹത്തോടെ നൃത്തച്ചുവടുകളോടെ സ്തുതിച്ച് മാലാഖമാർ സ്തുതിച്ച് ആരാധിക്കുന്നത് പോലെ പൗലോസും ശീലാസും സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോ അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണതുപോലെ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടതുപോലെ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുന്ന മക്കളുടെ കുടുംബങ്ങളിലേക്ക് അവരുടെ ജീവിതങ്ങളിലേക്ക് അവരുടെ ജീവിത വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന പാപത്തിന്റെ ചങ്ങലകൾ ലോകത്തിന്റെ കെട്ടുകൾ യേശുനാമത്തിൽ തകർന്നു വീഴുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ, വാതിലുകൾ തുറക്കപ്പെടട്ടെ. ഐശ്വര്യപൂർണമായ ഭാവി അനുഭവിക്കാൻ ആസ്വദിക്കാൻ കൃപ ലഭിക്കട്ടെ. കുടുംബത്തിലുള്ള സമാധാനത്തെ തകർക്കുന്ന പൈശാചിക പീഡകൾ, തെറ്റിദ്ധാരണകളുടെ, കലഹങ്ങളുടെ, ഏഷണിയുടെ, പരദൂഷണത്തിന്റെ ദുർബോധങ്ങളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. പരസ്പരം കലഹിക്കാൻ ഇടവരുത്തുന്ന ദുർബോധങ്ങളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു. കുടുംബത്തിലുള്ള പ്രാർത്ഥനാ ചൈതന്യം നഷ്ടപ്പെടുത്തുന്ന പൈശാചിക പീഡകളെ ബഹിഷ്കരിക്കുന്നു. ഈ ലോകത്തിലെ പദാർത്ഥപരതകൾ, വാങ്ങിക്കൂട്ടുന്നതിനുള്ള ആർത്തികൾ, മോഹങ്ങൾ, ഇപ്രകാരമുള്ള ചിന്തകളിലേക്ക്, വ്യക്തികളിലേക്ക്, വസ്തുക്കളിലേക്ക് വലിച്ചിഴക്കുന്ന പൈശാചിക പീഡകളെ ബന്ധിക്കുന്നു. ഈശോയുടെ കുരിശിന്റെ ചുവട്ടിൽ ബന്ധിക്കുന്നു. പൗരോഹിത്യ അധികാരത്തിൽ ബഹിഷ്കരിക്കുന്നു. തെറ്റായ പ്രണയ ബന്ധങ്ങളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു. മനസ്സിന്റെ സ്വസ്ഥത നശിപ്പിച്ചു കളയുന്ന ശീലങ്ങളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു. കുടുംബങ്ങളിൽ സമാധാനം നിറയട്ടെ, ഹൃദയത്തിൽ പ്രകാശം നിറയട്ടെ, ആത്മാവിലുള്ള അന്ധകാരം വിട്ടുപോകട്ടെ. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ദുർബോധങ്ങളെ ബന്ധിക്കുന്നു. കൃപയൊഴുകി ഇറങ്ങട്ടെ. ഈശോയെ, കർത്താവിന്റെ മക്കളുടെ ജീവിതങ്ങളിലേക്ക് കരുണയുടെ പെരുമഴ ഒഴുകട്ടെ. പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് കർത്താവിന്റെ മക്കൾക്ക്, ഈ നാടിന്, ദേശത്തിന്, രാജ്യത്തിന് സംരക്ഷണം ഉണ്ടാകട്ടെ. കൃഷിയിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. വളർച്ചയും ഉയർച്ചയും ഉണ്ടാകട്ടെ. സാന്ത്വനം ഉണ്ടാകട്ടെ. ശക്തി ലഭിക്കട്ടെ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ പ്രത്യേകമായ മാധ്യസ്ഥം ഈ പുണ്യഭൂമിയിലേക്ക് കാലുകുത്തുന്ന പതിനായിരങ്ങളിലേക്ക്, ജനലക്ഷങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെയും, അവരുടെ കുടുംബാംഗങ്ങളെയും, അവരുടെ നിയോഗങ്ങളെയും, ഓൺലൈനിൽ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും, ആത്മീയമായി ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരെ, ആഗ്രഹം കൊണ്ട് പ്രാർത്ഥിക്കുന്നവരെല്ലാവരെയും ചേർത്ത് വെച്ച് അമ്മ ത്രേസ്യയുടെ പ്രത്യേകമായ മാധ്യസ്ഥത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നൊവേനയുടെ ഗാനം ആലപിക്കാം.